സമഗ്ര പോർട്ടലിൽ തയ്യാറാക്കിയിരിക്കുന്ന HTML വെബ് പേജുകൾ എങ്ങനെ ഓഫ്ലൈനായി ഉപയോഗിക്കാം എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇതിനായി ആദ്യം നമ്മൾ സമഗ്രയിൽ കയറുന്നു. എന്നിട്ട് ആവശ്യമായ ലാംഗ്വേജും സ്റ്റാൻഡേർഡും വിഷയവും തിരഞ്ഞെടുക്കുന്നു. എല്ലാ വിഷയത്തിൻ്റെ അവിടെ കാണിക്കും. അതിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം നമ്മൾ മാത്സാണ് എടുക്കുന്നത്. മാത്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതുവരെ തയ്യാറാക്കപ്പെട്ട അധ്യായങ്ങളുടെ പേരുകൾ കാണിക്കും. ഇതിൽ 4 ഇപ്പോൾ ഇതിൽ കാണുന്നത്. സമാന്തര ശ്രേണികൾ മുതൽ സാധ്യതകൾ വരെ. അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ജാലകത്തിൻ്റെ ഇടതുവശത്ത് ഇങ്ങനൊരു സൈഡ് പാനൽ ഉണ്ടാവും. അതിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭവങ്ങളും, വീഡിയോ, ഇൻറ്ററാക്റ്റീവ്, എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിൽ ഒരു ഇൻറ്ററാക്റ്റീവ് എന്നുള്ളൊരു ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ആ ഇൻറ്ററാക്റ്റീവിൻ്റെ ജാലകം ലഭിക്കുന്നു. ഇതൊരു ചോദ്യം പരിശീലിക്കുവാനുള്ള ഒരു ജാവ അല്ലെങ്കിൽ HTML വെബ് പേജാണ്. ഇതിനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഫ്രെയിം സോഴ്സ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രെയിം സോഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വെബ് പേജായിട്ട് തന്നെ അതിൻ്റെ സോഴ്സിൻ്റെ ഒരു പേജ് തുറന്നു വരും, വെബ് പേജായിട്ട് തുറന്നു വരും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അത് എല്ലാം സെലക്ട് ചെയ്തിട്ട് Ctrl+A കൊടുത്തിട്ട് Ctrl+C കൊടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്നുള്ള മെനു സെലക്ട് ചെയ്യുക. ആ കോപ്പി ചെയ്ത വിഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ആക്സസറീസിലെ ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ള ഓപ്ഷനിൽ വരിക. അപ്പോൾ ഒരു ന്യൂ ഫയൽ വരും. അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പേര് .html എന്ന് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. HTML പേജായിട്ട് വർക്ക് ചെയ്യില്ല. HTML എന്ന് തന്നെ കൊടുക്കണം. എന്നിട്ട് നമുക്ക് സൗകര്യപ്രദമായൊരു ഫോൾഡർ നമ്മൾ സേവ് ചെയ്യുന്നു. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. ഇനി ആ ഫയല് അപ്പോൾ സേവ് ചെയ്ത് കഴിയുന്നതോടുകൂടി അതിൻ്റെ സിൻടാക്സൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. HTML എല്ലാം അതേപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ആ ഫയല് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫയൽ നമ്മൾ അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെബ് ബ്രൗസറിൽ തുറക്കും. ഡീഫോൾട്ട് ഫയർഫോക്സോ ക്രോമോ ഏതാണെന്ന് വെച്ചാൽ അതിൽ തുറക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അതിലെ കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലായ്പ്പോഴും നെറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ പ്രാപ്യമായ കാര്യമല്ല. അപ്പോൾ ഇത് ഓഫ്ലൈനായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കും.